മാഷെ, യെസ്. സാഹിത്യരംഗത്ത് ഒരു വിവാദം ഇപ്പോൾ പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഭാവർമ്മ കവിയാണ്, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയോ എന്തോ ആസ്ഥാന കവിയാണ്. ആസ്ഥാന കവിയും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹം ത്തിൻ്റെ ചില വാചകങ്ങൾ ഇന്നലെ മലയാള മനോരമയുടെ വാചകമേളയിൽ വന്നിരുന്നു. അതായത് പ്രഭാവർമ്മയുടെ ഒരു ശ്യാമമാധവം എന്ന് പറഞ്ഞൊരു കാവ്യം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കവിതയല്ലാതെ ഒരു കാവ്യമാണ്. ആ കാവ്യം മറ്റേ മലയാളം വാരികയിൽ എസ് ജയേന്ദ്രൻ നായർ പത്രാധിപരായിരുന്ന മലയാളം വാരികയിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിരുന്നു. അങ്ങനെ പ്രസിദ്ധീകരിച്ച് തുടർന്ന് വരുമ്പോൾ ഈ ശ്യാമമാധവം ഒരാഴ്ച ഞങ്ങൾ ഇനി ഇത് പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ജയേന്ദ്രൻ നായർ ഒരു അറിയിപ്പ് പ്രസിദ്ധീകരിച്ചു. ജയേന്ദ്രൻ നായർ പറഞ്ഞു, പ്രഭാവർമ്മയുടെ ശ്യാമമാധവം ഞങ്ങൾ പ്രസിദ്ധീകരണം നിർത്തുകയാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ടി.പി. ചന്ദ്രശേഖരനെ ആ സമയത്ത് CPM കാബാലികര് 51 വെട്ടുവെട്ടി കൊന്നു. CPM ഈ ടി.പി. ചന്ദ്രശേഖരനെ കൊന്നു കഴിഞ്ഞപ്പോൾ ആ കൊലയെ ന്യായീകരിക്കുന്നൊരു ലേഖനം ഈ മഹാനായ കവി പ്രഭാവർമ്മ ദേശാഭിമാനിയിൽ എഴുതി. ലേഖനം ടി.പി. ചന്ദ്രശേഖരൻ വധത്തിനെ അനുകൂലിക്കുന്ന, ടി.പി. ചന്ദ്രശേഖരനെ ബള്ളു പറയുന്ന ഒരു ലേഖനം. അപ്പൊ ശ്യാമമാധവം എന്ന് പറഞ്ഞ കവിത ജയേന്ദ്രൻ നായർ ഈ കാവ്യം പ്രസിദ്ധീകരിക്കുന്നത് നിർത്തി. അതിനെപ്പറ്റി അന്ന് രണ്ടഭിപ്രായം ഉണ്ടായി. ഇങ്ങനെ പ്രസിദ്ധീകരിച്ചു വരുന്ന ഒരെണ്ണം ആളുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, ഒരു നോവലായാലും ഒക്കെ ഇടയ്ക്ക് വെച്ച് നിർത്തുമ്പോൾ. പക്ഷെ ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആക്ഷനാണല്ലോ പത്രാധിപരുടെ. ജയേന്ദ്രൻ നായർ അങ്ങനെ ചെയ്തു. അപ്പോൾ പ്രഭാവർമ്മ ഇന്നലെ പറഞ്ഞതായിട്ട് മലയാള മനോരമ വാചകമേളയിൽ ഞാനും വായിച്ചിരുന്നു. അദ്ദേഹം വാചകം, എസ് ജയേന്ദ്രൻ നായർ എന്നെ ഫോണിൽ വിളിച്ച് ശ്യാമമാധവം പ്രസിദ്ധീകരണം നിർത്തിവെച്ചതിൽ തനിക്ക് തെറ്റുപറ്റിയെന്നും ചിലരുടെ സ്വാധീനങ്ങളാണ് അതിന് പിന്നിലുണ്ടായിരുന്നതെന്നും ക്ഷമിക്കണമെന്നും എന്നോട് പറഞ്ഞു. അതായത് പിൽക്കാലത്ത് പ്രഭാവർമ്മയെ വിളിച്ചിട്ട് ജയേന്ദ്രൻ നായർ ശ്യാമമാധവം ഇടയ്ക്ക് വെച്ച് നിർത്തിയതിൽ മാപ്പ് പറഞ്ഞു എന്നാണ് പ്രഭാവർമ്മ. ജയേന്ദ്രൻ നായർ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ജയേന്ദ്രൻ നായർ ജീവിച്ചിട്ടുള്ളപ്പോ പ്രഭാവർമ്മ ഇത് പറഞ്ഞില്ല. ഇപ്പൊ ഇതിന് മറുപടി പറയാൻ ജയേന്ദ്രൻ നായർ ഇല്ല. മാത്രമല്ല, ജയേന്ദ്രൻ നായർക്ക് പത്രപ്രവർത്തക പെൻഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഒക്കെ കയറി ഇറങ്ങിയിട്ടും കത്തയച്ചിട്ടും ഒക്കെ പത്രപ്രവർത്തക പെൻഷൻ നിഷേധിച്ചു എന്നും വാർത്തയുണ്ടായിരുന്നതാണ്. അപ്പൊ ആനുകൂല്യമൊന്നും കിട്ടിയിട്ടില്ല. ആ ആനുകൂല്യത്തിന് വേണ്ടി ഈ പ്രഭാവർമ്മയെ പോയി കണ്ടതായിട്ടൊന്നും പ്രഭാവർമ്മ പറയുന്നില്ല. ഇങ്ങനെയൊന്നും പലരുടെ അടുത്തും പല ആനുകൂല്യങ്ങളും അങ്ങനെ പോയി പറ്റുന്ന ഒരു മനസ്ഥിതിയുള്ള ആളല്ല ജയേന്ദ്രൻ നായർ. എനിക്ക് ജയേന്ദ്രൻ നായരെ നല്ല പരിചയമുള്ള ആളാണ് ജയേന്ദ്രൻ നായർ. ജയേന്ദ്രൻ നായർ ചില സമയത്ത് ഒരു ലേഖനം എഴുതി സഹായിക്കണം എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. അല്ലാതെ നല്ല സാമ്പത്തിക പ്രയാസമൊക്കെ അനുഭവിച്ചിരുന്ന ഒരാളാണ്. വ്യക്തിപരമായിട്ട് തന്നെ എനിക്കറിയാം ജയേന്ദ്രൻ നായർ. കാരണം ജയേന്ദ്രൻ നായരുടെ സഹോദരിയെ വിവാഹം ചെയ്തിരുന്ന വേറൊരു കവി അവരെ ഉപേക്ഷിച്ചിട്ട് വേറൊരു വിവാഹം ചെയ്യുകയും ഈ സഹോദരിയെ മാസം മാസം ആ കുടുംബത്തിന് നോക്കേണ്ട ബാധ്യത ജയേന്ദ്രൻ നായർക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ സാമ്പത്തിക ഞെരുക്കവും ഇതൊക്കെ എനിക്കറിയാവുന്നതാണ്. അങ്ങനെയൊക്കെ ഉള്ള ഞെരുക്കത്തിൻ്റെ ഇടയ്ക്ക് കൂടിയൊക്കെ ജീവിച്ചു കൊണ്ടുപോയിരുന്ന ഒരാളാണ്. മകള് ബാംഗ്ലൂരിലാണ്. മകളോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ മകളുടെ കൂടെ താമസിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ പ്രഭാവർമ്മ ഇങ്ങനെ പറഞ്ഞതിനെപ്പറ്റി, ജയേന്ദ്രൻ നായർ മാപ്പ് പറഞ്ഞു എന്നുള്ളതിനെ പറ്റി ഈ സാഹിത്യ നിരൂപകനൊക്കെ ആയിട്ടുള്ള NE സുധീർ ഒരു പ്രതികരണം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പറയാണ്, ഈയിടെ അന്തരിച്ച TJS ജോർജിനെ കുറിച്ച് കവി പ്രഭാവർമ്മ ദേശാഭിമാനി വാരികയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ TJSനേക്കാൾ കൂടുതൽ ലേഖകനാണ് നിറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹം എഴുതിയ ശ്യാമമാധവം എന്ന കവിത
മലയാളം വാരികയുടെ പത്രാധിപർ എസ് ജയേന്ദ്രൻ നായർ നിർത്തിവെച്ചതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ആ പേജുകൾ മുഖ്യമായും ഉപയോഗിച്ചിരിക്കുന്നത്. അതിലെ ചില വാചകങ്ങൾ വായിച്ച ഞെട്ടലിൽ നിന്നാണ് ഞാനിത് എഴുതുന്നത്. അദ്ദേഹം ജയേന്ദ്രൻ നായർ എന്നെ ഫോണിൽ വിളിച്ച് ശ്യാമമാധവം പ്രസിദ്ധീകരണം നിർത്തിവെച്ചതിൽ തനിക്ക് തെറ്റുപറ്റിയെന്നും ചിലരുടെ സ്വാധീനങ്ങളാണ് അതിന് പിന്നിൽ ഉണ്ടായിരുന്നതെന്നും ക്ഷമിക്കണമെന്നും എന്നോട് പറഞ്ഞു. ഇത് വീണ്ടും സുധീർ ആവർത്തിച്ചിരിക്കുന്നു. എന്നിട്ട് സുധീർ പറയുകയാണ്, പ്രഭാവർമ്മ എഴുതിയ ശ്യാമമാധവം എന്ന നീണ്ട കവിതയുടെ പ്രസിദ്ധീകരണം മലയാളം വാരിക ഇടയ്ക്ക് നിർത്തുകയുണ്ടായല്ലോ. പത്രാധിപർ എസ് ജയേന്ദ്രൻ നായരുടെ ആ തീരുമാനം അന്ന് വലിയ വിവാദമായി. അന്ന് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ കൂടിയായിരുന്ന പ്രഭാവർമ്മ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെ ന്യായീകരിച്ച് ലേഖനമെഴുതിയതിനെ തുടർന്നാണ് കവിത പിൻവലിക്കുന്നത് എന്ന് പത്രാധിപക്കുറിപ്പിൽ ജയേന്ദ്രൻ നായർ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച TP ചന്ദ്രശേഖരൻ്റെ വധത്തെ പ്രഭാവർമ്മൻ ന്യായീകരിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുകയാണെന്ന് പത്രാധിപക്കുറിപ്പിൽ ജയേന്ദ്രൻ നായർ എഴുതി. കവിതയുടെ പ്രസിദ്ധീകരണം നിർത്തിയതിനെ തുടർന്ന് രൂക്ഷമായ വാദപ്രതിവാദങ്ങളുണ്ടായി. എന്നാൽ പത്രാധിപർ എന്ന നിലയ്ക്കുള്ള വിവേചനാവധ അധികാരമാണ് താൻ പ്രയോഗിച്ചത് എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു. സംഭവം കഴിഞ്ഞ ആഴ്ചകൾക്കകം ജയേന്ദ്രൻ നായർ മലയാളം വാരികയുടെ പത്രാധിപർ സ്ഥാനം രാജിവെക്കുകയുണ്ടായി. കവിത പിൻവലിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ കാരണമായതെന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിക്കുകയും അത്തരം വാർത്ത പരക്കുകയും ചെയ്തു. അതല്ല കേട്ടോ കാരണം, അതെനിക്കറിയാം. തികച്ചും തെറ്റിദ്ധാരണയുടെ പുറത്തു വന്ന ഒരു വാദമായിരുന്നു അത്. ഈ സംഭവത്തിന് 1-2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ രാജിവെക്കണമെന്ന ആലോചന ജയേന്ദ്രൻ നായർ എന്നോടൊക്കെ പങ്കിട്ടിരുന്നു. സുധീർ പറയാണ്, എന്നോട് അതിന് മുമ്പേ ജയേന്ദ്രൻ നായർ ഒരു കൊല്ലം മുമ്പും ഒക്കെ പറയാറുണ്ട്. ചില നിർബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അത് നീട്ടിക്കൊണ്ടുപോയെന്ന് മാത്രം. കവിതയുടെ കാര്യത്തിലാണ് രാജി എന്ന വാർത്ത വന്നപ്പോൾ ചില മാധ്യമ പ്രവർത്തകരെ അദ്ദേഹം നേരിട്ട് വിളിച്ച് ശകാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ നീട്ടിപ്പോകുന്നുണ്ട്. അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനോടോ വിധേയനായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് മുറിവേൽക്കാത്ത ഒരു നേതാവും കേരളത്തിലില്ല. ഇങ്ങനെ പത്രപ്രവർത്തക ഒരു സ്ഥലത്തും മറ്റേ ശുപാർശയ്ക്കോ എന്തെങ്കിലും കാര്യസാധ്യത്തിനോ അദ്ദേഹം പോയിട്ടില്ല. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഒരവകാശത്തിനും വാദത്തിനും നിൽക്കാതെ ഒരു പൊതു കൂട്ടായ്മയുടെയും ഭാഗമാവാതെ ഒരിക്കലും ഒരു പ്രദർശന വസ്തുവാകാതെ എല്ലാറ്റിൽ നിന്നും മാറി നിന്ന മാധ്യമ വ്യക്തിത്വം. കേരളത്തിലെ രാഷ്ട്രീയ മാധ്യമ പ്രവർത്തനത്തിനും സാംസ്കാരിക മാധ്യമ പ്രവർത്തനത്തിനും വേറിട്ട മുഖം നൽകിയ പത്രാധിപർ. അങ്ങനെ ഒരാൾ താൻ മുൻപെടുത്ത ധീരമായ ഒരു തീരുമാനത്തെ വർഷങ്ങൾക്കിപ്പുറം മാറ്റി പറയുമെന്നോ കവിയോട് ക്ഷമ ചോദിക്കുമെന്നോ ഞാൻ കരുതുന്നില്ല. അത് കവി മനസ്സിൽ നിന്നും പുറത്തു വന്ന വെറും ഒരു ഭാവന സൃഷ്ടിയാകാനേ തരമുള്ളൂ. ജയചന്ദ്രൻ നായരെ അടുത്തറിയുന്ന ഒരാളുടെ ബോധ്യമാണിത്. ഇതാണ് കുറിപ്പ്. അപ്പോൾ ജയേന്ദ്രൻ നായർ പത്രാധിപർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് ഇതുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളത് എനിക്കും അല്ല. അദ്ദേഹത്തിന് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് തന്നെ അത് സൂചിപ്പിക്കുന്ന വാചകങ്ങൾ പറഞ്ഞു. മകളോട് വലിയ സ്നേഹമാണ്. പണ്ട് മകൾ ബാംഗ്ലൂർ പഠിക്കാൻ പോകുമ്പോഴും അദ്ദേഹം പല ദിവസവും ഈ ഓഫീസിൽ ഉണ്ടാകാറില്ല. TJS ജോർജ് അതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. മകളോടുള്ള സ്നേഹമാണ്. മകള് വേറൊരാളെയാണ് മറ്റേ കൂടെയൊക്കെ ജോലി ചെയ്തിരുന്ന ഒരാളെ പ്രണയിച്ച് വിവാഹം ചെയ്യുകയൊക്കെ ആണ് ചെയ്തത്. മലയാളി അല്ല. അപ്പോൾ കുട്ടിയുണ്ടായി. അപ്പോൾ അവരുടെ കൂടെയൊക്കെ പോയി താമസിക്കുന്ന ഒരു സ്വഭാവവും അപ്പോൾ കൂടുതൽ നേരം മാറി നിൽക്കാനൊക്കെ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അതൊക്കെ കൊണ്ട് രാജിവെക്കുകയാണെന്നൊക്കെ ഉള്ളതാണ്. ആ ആലോചനകളൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ. പക്ഷെ ജീവിതം തള്ളി നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നത് കൊണ്ട് അദ്ദേഹം ആ ജോലിയിൽ തുടർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ പ്രഭാവർമ്മ ഈ മാപ്പ് പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതൊരു വിവാദമായിരിക്കുന്നു പ്രഭാവർമ്മ പറഞ്ഞത്. അപ്പോൾ ജയേന്ദ്രൻ നായരെ മറ്റേ മാഷ്ക്ക് പരിചയം ഉണ്ടായിരുന്നോ? ജയേന്ദ്രൻ നായർ ഇങ്ങനെ പ്രഭാവർമ്മയോട് മാപ്പ് പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ടോ?
രണ്ടുപേരെയും എനിക്ക് വായിച്ചുള്ള പരിചയമേ ഉള്ളൂ. പ്രഭാവർമ്മയെ ചില പരിപാടികളിലൊക്കെ കണ്ട പരിചയമുണ്ട് എന്നുള്ള ഒഴിച്ചാൽ, ജയേന്ദ്രൻ നായരെ ഒരിക്കലും അത് ആ ഒരു പ്രയോഗം, സുധീർ സാറിൻ്റെ പ്രയോഗം വളരെ കറക്റ്റാണ്. ഒരിക്കലും മുഖം കൊടുക്കുന്ന ഒരാളല്ല, തൻ്റെ മുഖം അങ്ങനെ പ്രദർശിപ്പിക്കാനുള്ളതല്ല. അവിടെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. എൻ്റെ തന്നെ ഒരു സംരംഭത്തിന് അദ്ദേഹം വേദിയിലുണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതെ. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു സ്ഥലത്തും ഇങ്ങനെ പോകാറില്ല എന്നറിയാമല്ലോ, അതുകൊണ്ട് പക്ഷെ ഞാൻ എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം സദസ്സിൽ ഉണ്ട് താനും. അദ്ദേഹത്തിന് പിന്നീട് വിജയരാഘവൻ, അദ്ദേഹം സദസ്സിലൊന്നും പോവില്ല, അദ്ദേഹം പ്രസംഗിക്കാറുമില്ല, പക്ഷെ അദ്ദേഹത്തിന് വിജയരാഘവൻ പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടി പത്രപ്രവർത്തനത്തെ. അന്ന് മാത്രം അദ്ദേഹം വേദിയിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് പുരസ്കാരം അദ്ദേഹത്തിന് ആയതുകൊണ്ട് തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിലോ മറ്റോ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നന്ദി എന്ന് മാത്രം പറഞ്ഞിരിക്കാനേ സാധ്യതയുള്ളൂ. അദ്ദേഹം ഇന്നുവരെ പ്രസംഗിച്ചിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ അപൂർവ മാതൃകകളിലൊന്നാണ്. മലയാളിയുടെ ഒരു വലിയ വീക്ക്നെസ്, ഈ എന്തെങ്കിലും ഒരു മേഖലയിൽ ഒരു സൽപ്പേര് ഒരാൾ നേടിയെടുത്തു കഴിഞ്ഞാൽ, ഒരു മേൽവിലാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് അവർ താരങ്ങളായി തീരുകയാണ്. എല്ലാവരുടെയും ഈ വാഴ്ത്തപ്പെടുന്ന പ്രാസംഗികന്മാരാവുക, എല്ലായിടത്തും ഗസ്റ്റ് ആവുക, അതിഥിയാവുക, ആദരിക്കപ്പെടുക, അതിന് തലകുനിച്ചു കൊടുക്കുക, പിന്നെ ഈ ഭരണകൂടത്തിൻ്റെയും എസ്റ്റാബ്ലിഷ്മെൻറ്റുകളുടെയും ഒക്കെ ഈ കാഴ്ചപ്പണ്ടകളായി തീരുക. അതിന് പോയി കൊടുക്കുന്ന കാലം തൊട്ടാണ് നമ്മൾ ജേർണലിസ്റ്റുകൾക്ക് നിലവാരമില്ലാതായത്. അതുവരെ ജേർണലിസ്റ്റുകളെ ഇവിടുത്തെ എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും ഭയപ്പെടുമായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എഴുത്തുകാർ പ്രാസംഗികരാകാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ ഒരു രണ്ട് അപകടം എന്താണെന്ന് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന്, എഴുത്തിൻ്റെ ഉൾക്കാമ്പ് കുറഞ്ഞു, എഴുത്തിൻ്റെ നട്ടെല്ല് കുറഞ്ഞു, എഴുത്തിൻ്റെ ധൈര്യം കുറഞ്ഞു. രണ്ടാമത്തെ കുറവ് എന്താണെന്നറിയോ? ഇവരുടെ പ്രസംഗം കേട്ടിട്ട് ആളുകൾ വായിക്കാതെയുമായി. ഞാൻ മലയാളത്തിലെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ചില ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. പ്രസംഗം കേൾക്കാൻ പോയാൽ പിന്നെ ഒന്നും വായിക്കാൻ തോന്നില്ല. ഒരിക്കലും അയാളെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ പുസ്തകം കുറച്ചെങ്കിലും ആളുകൾ വായിച്ചു. അങ്ങനെ ഒരുപാട് എഴുത്തുകാരുണ്ട്. ഏതായാലും സുധീർ സാറിൻ്റെ നിലപാട് പൂർണ്ണമായി ശരിയാവാനാണ് സാധ്യത. കാരണം ഈ രണ്ടുപേരുടെയും നിലപാടുകളെ അടുത്തറിയാത്തവർക്ക് പോലും, സാറിനെ പോലുള്ളവർക്ക് വളരെ അടുത്തറിയാവുന്നവരാണ്, അങ്ങയുടെ സഹപ്രവർത്തകനോ ഒക്കെ ആണെന്ന് പറയാവുന്ന ഒരാളാണ്, വളരെ സമകാലികരുമാണ്. പക്ഷേ ഞങ്ങളെപ്പോലുള്ള വായനക്കാർക്ക് ഈ രണ്ടാളെയും, രണ്ട് വ്യക്തിത്വങ്ങളെയും നന്നായിട്ട് അറിയാം. ഒന്ന്, ഈ അധികാരത്തിൻ്റെ കൂടെ നിൽക്കുക, എന്നിട്ട് അക്ഷരങ്ങളെ അധികാരത്തിന് വേണ്ടി, അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾക്കും സൗകര്യങ്ങൾക്കും ആദരവുകൾക്കും അവാർഡുകൾക്കും വലിയ റേറ്റിലുള്ള നിരക്കിലുള്ള ശമ്പളത്തിനും അതിൻ്റെ സൗകര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഈ ആസ്ഥാന കവിയായി ഈ കെട്ടി എഴുന്നള്ളിക്കപ്പെടുന്ന ഒരു അവതാരമാണ് പ്രഭാവർമ്മ. ശ്യാമമാധവത്തെക്കുറിച്ച്, അതിൻ്റെ സാഹിത്യമൂല്യത്തെക്കുറിച്ച് തന്നെ, അതിൻ്റെ കാവ്യമൂല്യങ്ങളെക്കുറിച്ച് തന്നെ വലിയ ചർച്ച മലയാളത്തിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കവിതയുടെ പ്രസക്തി എന്താണ്? രണ്ട്, ഇടതുപക്ഷ സർക്കിളിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ശ്രീകൃഷ്ണനെ നായകനാക്കി, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ വാഴ്ത്തിക്കൊണ്ട് അപദാനപ്പെടുത്തിക്കൊണ്ട് ഒരു കവിത എഴുതുന്നതിൻ്റെ താല്പര്യം എന്താണ്? ഒരു കാൽ ഇടതുപക്ഷത്തും ഒരു മറുകാൽ വലതുപക്ഷത്തും നിർത്തിക്കൊണ്ടുള്ള, കിട്ടുന്നതൊക്കെ എല്ലാ ഭാഗത്തു നിന്നും വാരിക്കൂട്ടാനുള്ള, അംഗീകാരങ്ങളും അവാർഡുകളും വാരിക്കൂട്ടാനുള്ള തന്ത്രമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ കവിതയുടെ ഡെപ്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കവിതയിലെ ദർശനങ്ങളുടെ വൈവിധ്യങ്ങളെക്കുറിച്ചും വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ ആണെങ്കിലും ഇപ്പോൾ പ്രഭാവർമ്മ കാണിച്ചത് അങ്ങേയറ്റം അധർമ്മമല്ലേ? എന്താണോ ജയേന്ദ്രൻ നായർ ചെയ്തത് ഒന്ന് പൊളിറ്റിക്കലി ഒരു ആക്ഷനാണത്. തൻ്റെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാരികയിൽ നിന്ന് പ്രമുഖനായ ഒരു എഴുത്തുകാരൻ്റെ ഒരു കവിത, നീണ്ട കവിത എന്നതിനെക്കുറിച്ച്, അത് സാറ് പറഞ്ഞ വാക്ക് വളരെ കൃത്യമാണ്, സുധീർ സാർ എഴുതിയത് വളരെ കൃത്യമാണ്. ഇതിനെ മഹാകാവ്യം എന്ന് വിളിക്കാൻ പാടില്ല. പണ്ട് മഹാകവിതകൾ, മഹാകാവ്യത്തിൻ്റെ നിർവചനപ്രകാരമുള്ള കവിതകൾ എഴുതുന്നവരെയാണ് മഹാകവികൾ എന്ന് വിളിക്കുക. കുമാരനാശാൻ അത് ഭേദിച്ചു, മഹാകാവ്യം എഴുതാതെ മഹാകവിയായി. അപ്പോൾ നമ്മൾ മഹാകവി എന്ന വാക്കിനെയും മഹാകാവ്യത്തെയും നമ്മൾ പുനർനിർവചിച്ചു. എങ്ങനെ? മഹത്തായ കവിതയാണ് മഹാകാവ്യം. അതുകൊണ്ട് നല്ല കവിതകൾ എഴുതുന്നവരെയൊക്കെ നമ്മൾ മഹാകവി എന്ന് വിളിക്കാൻ തുടങ്ങി. ആ രണ്ട് ഗണത്തിലും പെടുന്നതല്ല ഈ കവിതയെന്നും, അത് നീണ്ട കവിത മാത്രമാണ് എന്നും അന്ന് തന്നെ വായിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളും സൗകര്യങ്ങളും അധികാരത്തിൻ്റെ ഈ ധവളിമയും ഒക്കെ ഉപയോഗിച്ചിട്ട് കിട്ടാവുന്ന എല്ലാ അവാർഡുകളും, വയലാർ അവാർഡ് വരെ കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ, മലയാളത്തിൽ കിട്ടാവുന്ന എല്ലാ അവാർഡുകളും വാരിക്കൂട്ടിയിട്ടുണ്ട്. എല്ലാം ഇനിയൊന്നും കിട്ടാൻ ബാക്കിയില്ല. പക്ഷേ ജയേന്ദ്രൻ നായർ ചെയ്ത ആക്ഷൻ എന്താ? ഒന്ന്, അതൊരു പൊളിറ്റിക്കൽ ആക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് നടന്ന
പൊറുക്കാനാവാത്ത ഒരു വലിയ അക്രമത്തിന് കൂട്ടുനിന്ന ഒരാൾ തൻ്റെ വാരികയിലൂടെ മഹാകവിയായി വാഴ്ത്തപ്പെടുമ്പോൾ തനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അതിനെതിരെ ഒരു അടി കൊടുക്കുകയാണ്, അത് അവിടെ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ ശരിതെറ്റുകൾ വേറെ, എഴുത്തുകാരൻ വേറെയല്ലേ, എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം വേറെയല്ലേ എന്നൊക്കെ പലരെയും നോക്കിയിട്ടൊക്കെ പണ്ടും ചോദിക്കാറുണ്ട്. എസ്രാ പൗണ്ടിനെ കുറിച്ച് പണ്ട് അത്തരം ചർച്ച നടന്നിട്ടുണ്ട്. രാഷ്ട്രീയമാണോ എഴുത്ത് വേറെയല്ലേ, രാഷ്ട്രീയം വേറെയല്ലേ? ഇത് രണ്ടും വേറെ അല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ജയേന്ദ്രൻ നായർ. രണ്ട്, ജയേന്ദ്രൻ നായരുടെ പ്രവൃത്തി അങ്ങേയറ്റം ധാർമ്മികമാണ്, മോറലാണത്. തൻ്റെ വാരികയിലൂടെ ഒരാളെ ഇങ്ങനെ മഹാകവിയായിട്ട് വാഴ്ത്തിക്കൊണ്ടിരിക്കുക, അയാളിങ്ങനെ കണ്ടശ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പുറത്ത് ഇദ്ദേഹം തന്നെ പോയിട്ട് നമ്മുടെ കൺമുമ്പിൽ നടന്ന ഒരു മഹാ അക്രമത്തെ ന്യായീകരിച്ചുകൊണ്ട് ലേഖനം എഴുതുക. അപ്പോൾ ഇദ്ദേഹത്തിന് കൊടുക്കാം, ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തിളച്ചു മറിഞ്ഞൊരു ധർമ്മബോധം ഉണ്ടല്ലോ, ധർമ്മചിന്ത, അതിൻ്റെ പേരിൽ ചെയ്തതാണ്. ഇപ്പോൾ ആ ജയേന്ദ്രൻ നായരെക്കുറിച്ച് ഇപ്പോൾ പ്രഭാവർമ്മ കാണിച്ചതിനേക്കാൾ വലിയ അധർമ്മം എന്താ ഉള്ളത്? ഇവിടെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു, നീണ്ടുപോയല്ലോ. അതായത് ഈ ജയേന്ദ്രൻ നായരെ കലാകൗമുദിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജയേന്ദ്രൻ നായരെ ശരിക്കും ഒരു സ്ഥാനം കൊടുക്കാൻ വേണ്ടി തന്നെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റോറിയൽ അഡ്വൈസർ ആയിരുന്ന TJS ജോർജ് തുടങ്ങി വെച്ച സ്ഥാപനമാണ് ഈ സമകാലിക മലയാളം. അപ്പോൾ അതിൻ്റെ അകത്ത് TJS ജോർജ് ഒരു കാരണവശാലും ഈ ശ്യാമമാധവൻ നിർത്തിയതിൻ്റെ പേരിൽ ജയേന്ദ്രൻ നായരെ നിരാകരിക്കുന്ന ഒരു സാഹചര്യവും ഇല്ല. കാരണം വല്ലാത്തൊരു പോരാളി തന്നെയാണ് TJS ജോർജ്. അപ്പോൾ TJS ജോർജിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സമ്മർദ്ദവും ജയേന്ദ്രൻ നായരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് നിർത്തിയത് ശരിയായില്ല എന്ന് TJS ജോർജിനെ പോലെ ഒരാൾ പറയുകയും ചെയ്യില്ല. അപ്പോൾ ഒരു ഭാഗത്തു നിന്നും ഞാൻ പുറത്തു നിന്നുള്ള ബാഹ്യ സമ്മർദ്ദം കൊണ്ടാണ് അന്ന് ഇത് നിർത്തിവെച്ചത് എന്ന് പ്രഭാവർമ്മയോട് പറയേണ്ട ഒരു സാഹചര്യവും സമ്മർദ്ദവും ജയേന്ദ്രൻ നായരുടെ മുകളിലില്ല. മുകളിൽ വന്നാൽ തന്നെ അത് വകവെക്കുന്ന ആളുമല്ല ജയേന്ദ്രൻ നായർ. 3 കാര്യങ്ങൾ ഉറപ്പാണ്. പ്രഭാവർമ്മ നുണ പറഞ്ഞിരിക്കുന്നു. 1. 2, പ്രഭാവർമ്മയുടെ കർമ്മം അങ്ങേയറ്റം അധാർമികമായി തീരുന്നത്. ഇത് ക്ലാരിഫൈ ചെയ്യേണ്ട 2 പേരും ഇന്ന് ഭൂമിയിലില്ല. ഒന്ന് ജയേന്ദ്രൻ നായരും ഇല്ല, ഏറ്റവും ഒടുവിൽ TJS ജോർജും ഇല്ല. TJS ജോർജിൻ്റെ മരണം വരെ ഇയാൾ കാത്തിരുന്നു ഈ നുണ പറയാൻ. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അധാർമികമായ വൃത്തി, ഏറ്റവും വലിയ പരാജയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.